വണക്കം ചങ്ങാതിമാരെ. കാലും നീട്ടി ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുക, 2 ഇലയടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ തിന്നുക. അതൊക്കെ വെറുതെ ഇരിക്കണമല്ല കേട്ടോ, ഇന്ന് നല്ല വർക്കുണ്ടായിരുന്നു. രാവിലെ ഒരു തെങ്ങിൻ തടിയുടെ കൂടെ പണിയാൻ പോയി. പിന്നെ ഈ ഇരിക്കുന്ന സാധനം കണ്ടോ, വളരെ സിമ്പിളായിട്ട് ചപ്പാത്തി പരത്തുന്ന ഒരു മെഷീനാണ്. ഡീറ്റെയിൽ പിന്നെ ഇടാം. അപ്പോൾ അങ്ങനെ കട്ടണൊക്കെ അടിച്ച് ചാറ്റൽ മഴയിൽ കുതിർന്ന സായം സന്ധ്യയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഇന്ന് രാവിലത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെങ്ങന്തടി കൈവാൾ വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുക, അതായത് വട്ടം കണ്ടിച്ചെടുക്കുക എന്നുള്ള ഒരു ഹിമാലയൻ ടാസ്ക്. തെങ്ങന്തടി മുറിക്കുക അത്ര ഈസി ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പണിതു, മുറിച്ചു. ഈ വാളിന് പൊഴി കുറവാണ്. ആ പല്ല് ഒന്ന് ലെഫ്റ്റ് റൈറ്റ് തല്ലി ഇച്ചിരി പൊഴി കൂട്ടണം. അത് ഈ ആശാരിപ്പണി അറിയാവുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇത് വളരെ നാരോ പൊഴിയാണ്. എന്നാലും ഈ മരം ഉണങ്ങിയതായതുകൊണ്ട് കഷ്ടി മുറിഞ്ഞു പോന്നു. ഒരു റൗണ്ട് ഏകദേശം വട്ടം ചുറ്റി വന്നു, മാർക്ക് ചെയ്യാതെ കേട്ടോ വാർത്ത. അപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഈ ഒരു പ്രശ്നം വന്നു. പണ്ട് ഇടമലയാറ് ടണൽ കുത്തിയപ്പോൾ ഉണ്ടായ കുഴപ്പം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അത് സാരമല്ല, അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. എന്തായാലും നമ്മളത് കണ്ടിച്ചെടുത്തു, 2 പീസാക്കി. കണ്ടോ, 2 സൈഡിൽ നിന്ന് ഇത്ര കറുത്തെടുത്ത് അവനെ ഞാൻ 2 പീസാക്കി എടുത്തു. ചന്തുവിനെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ കുറേ നേരം ഇതിൻ്റെ പിന്നിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത പണിക്ക് പോയത്. ആ ചപ്പാത്തി മേക്കർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ കറണ്ട് പോയി. നല്ല മഴയായിരുന്നു ഇവിടെ. കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ലൈറ്റൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മുറിച്ചൊരു കഷ്ണം എടുത്ത്, നമ്മുടെ വാള് പുലിയാട്ടോ, വാളിനെ കുറ്റം പറയാനില്ല, അടിപൊളി വാളാണ്, നല്ല മൂർച്ചയുണ്ട്. അവൻ്റെ പല്ലൊന്ന് തല്ലി പൊഴി റെഡിയാക്കിയാൽ മതി. അപ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇവനെ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. ബാക്കി പണി നാളെ. അപ്പോൾ റൊട്ടി മേക്കറിൻ്റെ ഡീറ്റെയിൽ പിന്നെ കാണിക്കാം. അപ്പോൾ ഓക്കെ, വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.